Hello, Namaskaram. Welcome to Civic IQ by Harachu. നമുക്ക് ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി അറിയാം അല്ലേ? ഇന്നിപ്പോൾ വേൾഡിലെ ഓൾമോസ്റ്റ് ടോപ്പ് 3 ഇന്ത്യൻ IT കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഓൾവേസ് ഫസ്റ്റ് 2 തന്നെ വരാറുണ്ട്. ഫസ്റ്റ് ഈസ് ഓൾവേസ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇസ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, പിന്നെ വരുന്ന ഇൻഫോസിസ്. ഇതിൻ്റെ ഫൗണ്ടർ നാരായൺ മൂർത്തി സാർ കേട്ടിട്ടുണ്ടാവും പലരും. ഓക്കെ, ഇപ്പോഴത്തെ ജനറേഷൻ അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആണ്, കോ ഫൗണ്ടർ അല്ല, ഫൗണ്ടറാണ് നാരായണ മൂർത്തി. പിന്നെ ഉണ്ട് നന്ദൻ നിലക്കാനി പോലെയുള്ള കുറച്ച് പേരും കൂടെ കൂടെ ഉണ്ടായിരുന്നു ഫൗണ്ടേഴ്സ്. ഈ നാരായണമൂർത്തി സാറിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. സുധാമൂർത്തി ഉണ്ട്. ഓക്കെ, സോ ഷീ ഈസ് എ വെൽ നോൺ റൈറ്റർ. ഈ വെൽ നോൺ റൈറ്റർ കൊണ്ട് ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരി റൈറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരി ഇന്റർവ്യൂ ചെയ്യുന്ന ശശി തരൂർ സാർ ഉൾപ്പെടെ പലരും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ശശി തരൂർ സാറിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സ്പോണ്ടേനിയസ് ഇംഗ്ലീഷുമാണ്, കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷുമാണ്. ഓക്കെ, ഇറ്റ്സ് ടു ഹാർഡ്. കാരണം വെച്ചാൽ പുള്ളിയുടെ വൊക്കാബുലറി ഹൈലി സ്ട്രോങ് ആണ്. അത് പുള്ളിയുടെ ഗ്ലോബൽ എക്സ്പോഷർ ആണ് വന്നതെന്നല്ല, പുള്ളിയുടെ റീഡിങ് ഹാബിറ്റ്സും പുള്ളി സ്വന്തമായിട്ട് ബുക്സ് എഴുതുന്നത് കൊണ്ടാണ്. ഈ പുള്ളിക്കാരൻ തന്നെ ഹൈലി റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്ത് പുള്ളിക്കാരിയുടെ വൊക്കാബുലറിയെ കൂടുതൽ ചോദിച്ച ആളാണ് സുധാമൂർത്തി. പക്ഷെ സുധാമൂർത്തി മാമിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കോമൺ മാൻസ് അല്ലെങ്കിൽ ലേമാൻ ടേംസിലുള്ള ഇംഗ്ലീഷാണ്, അല്ലാതെ ഹൈ എൻഡ് ഇംഗ്ലീഷ് ഒന്നുമല്ല. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നുമല്ല പുള്ളിക്കാരി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരുടെ ബുക്കുകൾ വേൾഡ് റിനോൺ ആണ്, ഭയങ്കര ഫേമസ് ആണ്, നിറച്ച ആളുകൾ വായിക്കാറുണ്ട്. പിന്നെ പുള്ളിക്കാരി കുറച്ച് പൊളിറ്റിക്സും ബാക്കിയുള്ളതൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സുധാമൂർത്തി മാം എന്ന് പറയുന്നത് ഇൻഫോസിസിന്റെ ഫൗണ്ടർ നാരായണമൂർത്തി സാറിന്റെ വൈഫാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, സുധാമൂർത്തി മാമിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് കോമൺ മാൻസ് വേർഡ്സ് വെച്ചാണ് പുള്ളിക്കാരി ബുക്സ് എഴുതുന്നത്. ശശി തരൂർ സാർ എന്ന് പറയുന്നത് ഭയങ്കര കടിച്ചാപ്പൊട്ടാത്ത ഇംഗ്ലീഷ്. ഓക്കെ, ഈ സുധാമൂർത്തി മാമിന്റെ വൊക്കാബുലറിയെ കുറിച്ചോ ഇംഗ്ലീഷിനെ കുറിച്ചോ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ഷീ ഈസ് ഓൾസോ എ രാജ്യസഭ MP. പുള്ളിക്കാരി ഇപ്പോൾ എനിക്ക് പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഇൻ രാജ്യസഭയാണ് സുധാമൂർത്തി മാം. ഈ സുധാമൂർത്തി മാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭയിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്തു. ഹൈലി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കൊച്ചുകുട്ടികളെ പാരൻസ് ഉൾപ്പെടെ, പാരൻസ് ആണ് മെയിനായിട്ട് പുള്ളിക്കാരി പറഞ്ഞത്, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കും. യൂട്യൂബ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കൊച്ചുകുട്ടികളെ അതിൽ കൊണ്ടുവന്ന് അവരെ മേക്കപ്പ് ചെയ്തും അവരെ ഡ്രസ്സപ്പ് ചെയ്തും അവരെ അതിൽ ഒരു ഷോക്കേസ് ചെയ്തിട്ട് അതിലൂടെ മില്യൺസ് ആൻഡ് 500,000 വ്യൂസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അതൊരു നല്ല സംഭവമല്ല. കാരണം കൊച്ചുകുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തൊരു പ്രായമാണ്. അവർ വിചാരിക്കും സോഷ്യൽ മീഡിയ ആണ് ലോകം, ഇതാണ് ലോകം, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇതിന്റെ എക്സ്പോഷറും ഇതിന്റെ ഇഷ്യൂസും ഒന്നും അറിയുന്നില്ല. പിന്നത്തെ കാലത്ത് AI ഉണ്ട്, അറിയാലോ. സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഡേറ്റ പബ്ലിക്കായി നമ്മുടെ ഇമേജസും വീഡിയോസും വരുമോ, ഇതൊക്കെ തന്നെയായിരിക്കും ChatGPT പോലുള്ള, Gemini പോലുള്ള AI എൻജിൻസ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. പബ്ലിക് അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസും വിഷ്വൽസും. ഇപ്പോൾ ഒരാൾ പറയാണ് ഒരു മലയാളിയുടെ ഒരു നടന്നു പോകുന്ന വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാളെ വരുന്ന നിങ്ങളുടെ ഇമേജ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആളായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ എവിടെയോ ഒരു വീഡിയോ വന്നു, നിങ്ങൾ നടന്നു പോയിട്ട് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്നു, കൂടെ നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേറൊരു പയ്യനുണ്ട് AI ക്രിയേറ്റഡ് ആയിട്ടുള്ള, ബീച്ചിലൂടെ നടന്നു പോകുന്നു. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു അമേരിക്കൻ സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ ഡ്രസ്സ് തന്നെ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സെൻസിലുള്ള അല്ലെങ്കിൽ സ്റ്റൈലിലുള്ള ഡ്രസ്സായിരിക്കും. ഇതെല്ലാം പോസിബിളാണ്. കാരണം AI കിട്ടുന്ന ഡേറ്റ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള. ഇതിപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിലും അവരുടെ കൺസെന്റോടുകൂടി അവർക്ക് അറിയത്തില്ല എന്താണ്. പാരൻസിന് പണ്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ ചെയ്യുകയാണ്. ഇതിൽ പാരൻസ് സ്ട്രിക്റ്റ് അല്ല, പാരൻസിന് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയില്ല, അറിഞ്ഞാൽ അവർ കെയർ ചെയ്യുന്നില്ല. അവർക്ക് അപ്പോഴത്തെ ഫെയിം വേണം, ആളുകളുടെ മുമ്പിൽ പബ്ലിസിറ്റി വേണം, അവർക്ക് മില്യൺസ് ഓഫ് വ്യൂസ് വേണം, അതിലൂടെ കുറച്ച് ഏർണിങ്സ് കിട്ടണം. ഓക്കെ, ഏർണിങ്സ് കിട്ടാൻ ഇതും ചെയ്യാം, നല്ല കാര്യമാണ്. കുട്ടികളെ ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അവരെ വഴിതെറ്റിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അവരാണല്ലോ ഇനി അനുഭവിക്കേണ്ടത്. ആഫ്റ്റർ 10 years or 15 years they will ask you, they will ask the society, they will ask themselves, why did I showcase myself? എന്നെ എന്തിന് എൻ്റെ പോലും
അനുവാദമില്ലാതെ ഇങ്ങനെ വീഡിയോസിനും ഫോട്ടോസിനും കൊടുത്തു. ചിലപ്പോൾ ആ കുട്ടിക്ക് 10 years കഴിയുമ്പോൾ പ്രൈവറ്റ് ലൈഫായിരിക്കും ഇഷ്ടമുള്ളത്, റിസർവ്ഡ് ക്യാരക്ടർ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ കൊഞ്ചിക്കുകയും കുഴയ്ക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇപ്പൊ നിങ്ങളുടെ കൂടെ നിന്ന് തരുന്നത്. അറിയുന്ന പ്രായം എത്തുമ്പോൾ കുട്ടിക്ക് കഴിയുന്ന വേണ്ടി പോയി കാണും, കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഇനിയിപ്പോ തന്നെ ഇപ്പൊ കൺട്രോൾ ഇല്ലാതെ പോവുകയാണ്. സുധാം ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയക്ക് ഭയങ്കരമായിട്ടൊരു കൺട്രോൾ ഗവൺമെന്റ് കൊണ്ടുവരണം ആണ്. US ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും സോഷ്യൽ മീഡിയ കൺട്രോൾസ് ഹൈ ആയിട്ട് വരെയാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കൺട്രോൾസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉപയോഗിക്കുന്നതെന്ന് ഒരിക്കലും ഗവൺമെന്റ് പറയത്തില്ല, പറഞ്ഞാൽ അവരുടെ മണ്ടത്തിലുമാണ്. പക്ഷേ ലിമിറ്റ് വേണം അല്ലേ? കുട്ടികളെ ഉപയോഗിക്കുന്നതായാലും നിങ്ങൾ നിങ്ങളെ തന്നെ വീഡിയോസ് എടുക്കുമ്പോഴായാലും അതിനെല്ലാം ഒരു സെറ്റ് ഓഫ് ലിമിറ്റ്സ് വെക്കണം. ഇത്രയേ പാടുള്ളൂ, ഇതിൽ കൂടുതൽ പാടില്ല. നിങ്ങളൊരു പബ്ലിക്കായിട്ട് നിങ്ങൾ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ പെൺകുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ ബാക്കിലെ ഫ്രെയിമിൽ ആ കുട്ടി വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ പെർമിഷൻ ചോദിക്കണം. വേൾഡ് വൈഡ് റൂൾ അതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അത് പാലിക്കുന്നില്ല, ഉണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. റൂൾ ഉണ്ടെങ്കിൽ പാലിക്കപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല ആരുടെ. അറ്റ്ലീസ്റ്റ് അവർ സ്മൈലി ആണെങ്കിൽ ഓക്കെ, നമുക്ക് കൺസെന്റ് കിട്ടിയിട്ട് നോക്കി. ഇത് നമ്മൾ വലിയ സ്റ്റൈലിൽ വന്ന് എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, പോകുന്നു, നമ്മുടെ അവകാശമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു സൈഡ്. ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ബട്ട് എനിക്ക് പറയേണ്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. അത് ഞാൻ വേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന്റെ വേപ്പാണ്. ഉച്ചയ്ക്കാണല്ലോ, ഉച്ചയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഫൈൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഐശ്വര്യ റായ്. ഷീസ് എ വെൽ നോൺ ആക്ട്രസ്. ഷീസ് എന്താ പറയുന്നത്, മിസ് വേൾഡ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ, ലോകസുന്ദരി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ, ഹൈലി റെസ്പെക്ട്ഫുൾ ഫിഗറാണ്. അവർക്കൊരു മോളുണ്ട്. അവരുടെ മോൾ അവർക്ക് എങ്ങനെ വേണം വളർത്താം. അത് അവരുടെ മാത്രം ഇഷ്ടമാണ്. അപ്പോൾ അവരൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അവരുടെ മോളെ വളർത്തുന്ന നിങ്ങളെടുത്ത് ചോദിച്ചിട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ എന്നൊരു നിർബന്ധമില്ല അല്ലേ? ഞാൻ പലപ്പോഴായിട്ട് കഴിഞ്ഞൊരു 2-3 years ഇടയ്ക്ക് ശ്രദ്ധിക്കുകയാണ്. അവരെവിടെ പോകുമ്പോഴും ഹൈലി എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടും പെറ്റ് ചെയ്ത് എന്താ പറയുന്നത്, കൊഞ്ചിച്ചൊക്കെയാണ് കുട്ടിയെ കൊണ്ട് നടക്കുന്നത്. വലിയ മോളാണ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 12th 11th പഠിക്കുകയാണ് കുട്ടി. എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ നടക്കുന്നത്. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു ഈവൻസിന് പോകുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് പോകും. ഈ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് ഓൺലൈൻ മീഡിയ ആയാലും ജനറൽ പബ്ലിക് ആയാലും അതിന് കൊടുക്കുന്നൊരു പെർസ്പെക്റ്റീവ് ഭയങ്കര നെഗറ്റീവാണ്. എന്തിനാ മോളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? കൺട്രോൾ ചെയ്ത് നടത്താൻ പാടുണ്ടോ? അതിൻ്റെ വഴിക്ക് വിട്ടൂടെ? നിങ്ങൾ വലിയൊരാളല്ലേ, നിങ്ങൾ ചുമ്മാ അല്ല ഇങ്ങനെ ആയിപ്പോയത്, ഇതൊക്കെ പറയാൻ നമ്മളാരാ? നമ്മളൊന്നുമല്ല, അവരുടെ ലൈഫാണ്. അവർ പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങൾ ക്യാമറ എടുത്ത് നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ലല്ലോ. ഓട്ടോമാറ്റിക് ക്യാമറ അതിൻ്റെ പുറകെ പോകുന്നതല്ലേ. അപ്പോൾ അവർക്ക് പ്രൈവസി ഉണ്ടാവും. സെയിം തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും പുള്ളിക്കാരൻ്റെ മോളെ ഭയങ്കരമായിട്ടും എന്താ പറയുന്നത്, പ്രൈവറ്റ് ലൈഫിലൂടെ കൊണ്ടുപോകും. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ എങ്ങനെയായിരുന്നു, പുള്ളിക്കാരൻ്റെ മക്കളെ എല്ലാം ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂൾസിലും കാരണം അവർക്ക് പബ്ലിക് എക്സ്പോഷന് ഈ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് വലിയ താല്പര്യമില്ല ആദ്യം. കാരണം അവർക്കൊരു ഫ്രീഡം വേണ്ടേ? അവരവരുടെ കുട്ടിക്കാലം അവർക്ക് അവരുടെ ഫ്രീഡത്തിൽ പോകാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ഓരോരുത്തരും ചുമ്മാ കയറിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു നടി ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ താഴെ വരും ഒരു 10,000 കമന്റ്. നിനക്ക് തുണി കൊടുത്തൂടെ? നിനക്ക് നേരാണോ സംസാരിച്ചൂടെ? നീ ഇങ്ങനെയാണോ നടക്കുന്നത്? നമുക്ക് തോന്നിയാൽ മനസ്സിൽ വെക്കുക. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പബ്ലിക്കായിട്ട് അത് ചെയ്യുന്നത് അത് സോഷ്യൽ മീഡിയക്ക് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടിലൊരു കടയിൽ കഞ്ചാവ് വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കുടിക്കാൻ പാടില്ലാത്ത ഒരു ഡ്രിങ്ക്സ് അവിടെ കൊണ്ടുവയ്ക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ പോയി വാങ്ങിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, പോകണ്ട. അതുപോലെയാണ് ശരിയല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മുടെ നിലവാരം പാത്തുകയാണ്. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോ കാണുമ്പോൾ അവർ ശരിയല്ല എന്തിനാ പറയേണ്ട ആവശ്യം? മനസ്സിലുണ്ടെങ്കിൽ വെച്ചേക്കാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറ, കുഴപ്പമില്ല, ഫാമിലിയുടെ അടുത്ത് പറ, കുഴപ്പമില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു മല്ലിക സുകുമാരനാണെന്ന് തോന്നുന്നു. അവരുടെ ഭയങ്കര ഫണ്ണി ഇന്റർവ്യൂസ് ഒക്കെയാണ്. പക്ഷേ ഇത് റെസ്പെക്ട്ഫുൾ ലേഡി ആക്ട്രസ് ആയതിന് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണല്ലോ. പക്ഷേ ആസ് എ പേഴ്സൺ ഹൗ ഷീ, എങ്ങനെയാണ് അവർ ആ 2 മക്കളെ ആ ഒരു ഫെയിമിലും സ്റ്റാർഡമിലും കൊണ്ടെത്തിച്ചതും ആ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തിയതും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, സമ്മതിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. സിനിമയിൽ ആക്ടിങ് എനിക്ക് അത്ര ഇഷ്ടമല്ല പല ക്യാരക്ടേഴ്സ്. ബട്ട് സ്റ്റിൽ അവരിപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു അവരുടെ ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ, ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ വീഡിയോസിന് താഴെ വന്ന് ചിലർ ചീത്ത വിളിക്കും, പച്ചയ്ക്ക് തെറി വിളിക്കും, തെറി വിളിക്കും. എന്നിട്ട് അവർ പറഞ്ഞു ആ തെറി വിളിക്കുന്ന ആളിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെയാണ്. അവർ തന്നെ ചോദിച്ചു, ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ വിശ്വാസിയാണോ? അത് പോട്ടെ, അവർക്കൊരു മിനിമം നാണമാനോ ഇല്ലേ? സത്യമാണല്ലോ അവർ ചോദിച്ചത്. എങ്ങനെ ചെയ്യാൻ തോന്നും? നമ്മുടെ ഒരു സ്വന്തം മോളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും എടുത്തിട്ടുകൊണ്ട്
പച്ചയ്ക്ക് തെറി വിളിക്കാന്ന് വെച്ചാൽ അവരെയും കൂടെ നമ്മൾ റെസ്പെക്ട് ഇല്ലാതാക്കുകയല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൺട്രോൾ കിട്ടാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ. സോഷ്യൽ മീഡിയ ഈസ് എ മസ്റ്റ്, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യണം. കാരണം മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലായിപ്പോയി. അപ്പം അങ്ങനെയാണല്ലോ, ക്രൈംസ് കൂടിയെന്നും പറഞ്ഞ് മനുഷ്യൻ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗവൺമെന്റ് ഷുഡ് ഇന്റർഫിയർ. ഗവൺമെന്റ് റൂൾസ് കൊണ്ടുവരണം, സ്ട്രിക്റ്റ് നോംസ് കൊണ്ടുവരണം. എങ്ങനെ കമന്റ് ചെയ്യാം, എങ്ങനെ കമന്റ് ചെയ്യാൻ പാടില്ല, അതിന് എന്താണ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആക്ഷനോ ഗവൺമെന്റ് ആക്ഷനോ അല്ല. ഡയറക്റ്റ് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കുക ഓൺ ദ സ്പോട്ട്. അതുപോലെ എന്താ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും വൾഗറായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ലിമിറ്റേഷൻസ് കൊണ്ടുവരണം. അത് കുട്ടികളുടെ ഇടയിൽ പോകാൻ പാടില്ല. ഈവൻ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തിനാ, സ്റ്റുഡൻസ് പഠിക്കുന്നവരാണ്. അപ്പം നമ്മൾ പണ്ട് വർഷങ്ങൾക്കൊന്ന് അറിയാമല്ലോ, പണ്ടൊരു എനിക്ക് തോന്നുന്നു അജു വർഗീസിന്റെ ഫസ്റ്റ് മൂവീസിന്റെ ഒന്ന് ഷോർട്ട് ഫിലിംസിന്റെ സംഭവമാണ് ഒരു തുണ്ട് പടം. അതായിരുന്നു ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. നെറ്റിൽ അടിച്ചു നോക്കി അറിയാം. തുണ്ട് പടം എന്ന് വെച്ചാൽ തുണ്ട് എന്ന് വെച്ചാൽ ഷോർട്ട് എന്നാണ്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. ബട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു തുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഡ്യുവൽ മീനിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഞാൻ പറഞ്ഞതൊന്നുമല്ല. നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ തുണ്ടെന്നാണോ അറിയപ്പെടുന്നതെന്ന് അറിയത്തില്ല. അറിയാലോ, അത് ലൈക്ക് ബിറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വൾഗർ മൂവീസ് ആൻഡ് മൂവി ക്ലിപ്സ് ആണ്. ഇത് കോളേജിലും സ്കൂളിലൊക്കെ പണ്ട് സ്ട്രിക്ട്ലി ഡിസലൗഡ് ആണ്, സമ്മതിക്കില്ല. കുട്ടികൾ കാണുന്ന പാരൻസ് സമ്മതിക്കത്തില്ല. ഇനി പാരൻസ് തന്നെ ഇങ്ങനത്തെ സാധനം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വരുമ്പോൾ അങ്ങ് മാറ്റി വയ്ക്കും. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണ്. പണ്ട് ഇത് കാണണമെങ്കിൽ നിങ്ങൾ അറിയുന്നവർക്കറിയാം, ഒരു TV ഓണാക്കി വെച്ച് അത് കേബിൾ ചാനലുള്ള വീടുകളിലാണെങ്കിൽ മാത്രം FTV എന്ന് പറഞ്ഞ് ഫാഷൻ TV എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ വൾഗറായിട്ടുള്ള ഡ്രസ്സിങ് കാണാൻ പറ്റും. പിന്നെ ഉണ്ട് നമ്മുടെ മൂവീസിലൊക്കെ വൾഗറായിട്ട് ചെയ്യുന്ന ഒത്തിരി വൾഗറായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വൾഗറായിട്ട് ചെയ്യുന്ന മൂവീസും വീഡിയോസും. അത് കാണാൻ കാത്തിരിക്കണം എന്നുള്ളത്. ഈ ടൈറ്റാനിക് എന്ന് എനിക്ക് ഓർമ്മ, ടൈറ്റാനിക്കിൻ്റെ അകത്ത് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെ അകത്ത് ഒരു പോർട്രേറ്റ് ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് ആക്ട്രസിന്റെ പടം വരയ്ക്കുന്ന ഒരു സീനുണ്ട് മൂവിക്കകത്ത്, ഷിപ്പിന്റെ അകത്ത് ചെയ്യും. അതിലൊരു ഫ്യൂ സെക്കൻഡ്സ് കാണാൻ വേണ്ടി അതെന്തോ വലിയ സംഭവമെന്നും പറഞ്ഞ് ഇവിടെ ഉള്ളവരെല്ലാം എടുത്തു അതിന് കാണണം, അത് കാണാൻ പാടില്ല എന്ന് പാരൻസ് പറയുന്നു, കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്ന്. ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാണിക്കില്ല. അല്ലാതെ ഗവൺമെന്റ് എന്താ പറയുന്നത് നാട്ടുകാരിറങ്ങി തിയേറ്റർ കത്തിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ മൂവി ബാൻ ചെയ്യാനോ ഒന്നും പോലും. മൂവി വന്നു ഇറങ്ങി വേണമുള്ളവർ പോയി കാണും, വേണ്ടാത്തവർ കാണില്ല. അപൂർവം തിയേറ്റേഴ്സ് അത് കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത്, കാരണം ഫാമിലി ക്രൗഡ് വരണം എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ സുധാമൻ പറഞ്ഞതാണ് വീണ്ടും സുധാമൂർത്തി ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയക്ക് ഭയങ്കരമായി കൺട്രോൾ വരണം. നിങ്ങൾക്ക് ഇങ്ങനെയല്ല തോന്നുന്നതെങ്കിൽ അല്ലെങ്കിൽ ആണ് തോന്നുന്നതെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. കാരണം ഇതൊരു സീരിയസ് ടോപ്പിക്കാണ്, എല്ലാവരിലും ഒത്തേണ്ടാവും. എത്രയും വേഗം സോഷ്യൽ മീഡിയക്ക് കൺട്രോൾ ഉണ്ടായില്ലെങ്കിൽ ഒരു ജനറേഷൻ ഇല്ലാതാവും, അല്ലെങ്കിൽ പല ജനറേഷൻസ് ഇപ്പോൾ പല ജനറേഷൻസ് ഇല്ലാതാവും. കാരണം അവർക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഭയങ്കരമായിട്ടും ഡേഞ്ചറസ് മാനറിലാണ്. അവരിങ്ങനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരുടെയും ഒരു മനുഷ്യൻ്റെയും കൺട്രോൾ ഇല്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ലൈഫ് ഇല്ലാതാവും. അവരുടെ ലൈഫിൽ പ്രശ്നം വന്നാൽ സോഷ്യൽ മീഡിയ ഇല്ലാതാക്കുക. ഒരു ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ ആ ഡ്രസ്സിന് എന്തെങ്കിലും ഒരു വൾഗാരിറ്റി വന്നു, അത് ആളുകൾ റിയാക്ട് ചെയ്യുന്ന ഒരു ലിമിറ്റ് കഴിഞ്ഞു അവർ ഡിപ്രഷനിൽ പോയി അവർ ഏകാന്തമായി ജീവിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സൂസൈഡ്സ്, റൈറ്റ്? ചിലപ്പോൾ എന്ത് പറ്റും, ഒരാളുടെ വീഡിയോ എടുത്തു, ആ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ വേണ്ടാത്ത രീതിയിലായിരിക്കും എടുത്തത്. അപ്പോൾ കുട്ടി അറിയുന്നില്ല, 10 years 12 years കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു, കുട്ടിയുടെ ഹസ്ബൻഡിന് ഒരു ദിവസം കാണാനിടയാവുന്നു, അവർ തമ്മിൽ പ്രശ്നമാവുന്നു, അവസാനം ചിലപ്പോൾ ഹസ്ബൻഡ് വന്ന് ചിലപ്പം വൈഫിനെ അടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഇങ്ങനെ എത്ര എണ്ണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സോ ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ ഇതിന് എതിരായിട്ട് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പാടാണ്. മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി, ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ സപ്പോർട്ട് ചെയ്യുക. ഗവൺമെന്റ് റൂൾ കൊണ്ടുവന്നാൽ മാക്സിമം പാലിക്കുക. ദയവ് ചെയ്ത് അതിനെതിരായിട്ട് ആരും പോകാതിരിക്കുക. അതെല്ലാം ഫോളോ ചെയ്യണ്ട. ഓക്കെ, that is the topic. So let's use social media in the best way so the coming generations can live in this world as better humans. Thank you. Civic IQ by Haro.